ഇന്ന് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയുമോ? ഉലുവ ഇല കൊണ്ടൊരു ബജി ഉണ്ടാക്കുവാണേ. ഉലുവയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വളരെ നല്ല ഒരു ഇലയാണ്. നമ്മൾ ചീരയൊക്കെ കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഉലുവ ഇലയൊക്കെ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉപകരിക്കുന്ന ഒരു ലീഫാണ് ഉലുവ ഇല. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ബജി ഉണ്ടാക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 3 സ്പൂൺ കടലമാവ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ലേശം ഉപ്പ്, 1 ടീസ്പൂൺ ഫുള്ളായിട്ട് റവയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണ്ടേ. റവ ചേർക്കുന്നത് നമ്മൾ ഈ ബജി ഒരു നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ലേശം കായപ്പൊടി, മുളക് പൊടിയും ഒക്കെ ഉപ്പും ഒക്കെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരല്പം കൂടുതൽ മുളക് പൊടി ചേർക്കാം, ഇല്ല കുറവ് വേണ്ടവർക്ക് അല്പം കുറവ് ചേർക്കാം ഒക്കെ. എന്നിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് ഒരു ബജി മാവിൻ്റെ പരുവത്തിൽ ഒന്ന് ബാറ്റർ റെഡിയാക്കി വയ്ക്കണം. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് എളുപ്പം ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ ഇല എടുത്ത് നമ്മൾ ഈ ബജി മാവിലേക്ക് മുക്കി എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കുന്നു. ഇല വേണമെന്നുണ്ടെങ്കിൽ കുനുകുനാന്ന് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടിട്ട് നമുക്ക് കുറച്ച് ഇല വാരിയിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് വേണമെങ്കിലും കോരി ഒഴിച്ച് ചെറിയ ബജിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇല ഒന്നോടുകൂടി തന്നെ ഇലയുടെ ആ ഒരു നാമ്പ്, അതായത് ഇലയുടെ കിളുന്ന വശം തണ്ടയിൽ ഒരു 3-4 ഇല ഇരിക്കുന്ന പരുവത്തിൽ ഞാൻ കിള്ളിയെടുത്തിട്ട് ആണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇല ഇങ്ങനെ 4-5 ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുവിധം വിരിഞ്ഞൊരു പൂ പോലെയൊക്കെ ബജി ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണ്. നമുക്ക് ടൊമാറ്റോ സോസ് വെച്ചൊക്കെ ഒരു ചായക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉലുവയിൽ നമ്മൾ സാധാരണ തോരൻ വയ്ക്കാനും അല്ലെങ്കിൽ പരിപ്പൊക്കെ ഇട്ട് കറി വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുമല്ലോ. ഇതുപോലെ ഒരു ബജി ഉണ്ടാക്കി ഒന്ന് കഴിച്ചാൽ വളരെ ക്രിസ്പി ആയിട്ട്. സൂപ്പർ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മുടെ കുട്ടികളെയൊക്കെ ഉലുവായില കഴിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ട്രിക്കും കൂടിയാണിത് കേട്ടോ. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.